സർവകലാശാല വൈസ് ചാൻസലറെ നിയമിക്കാൻ പൂർണ്ണ അധികാരം ചാൻസലറായ ഗവർണർക്ക്. ഇതിനായി ചട്ടങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് UGC വിജ്ഞാപനം പുറത്തിറക്കി. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാകും. സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ചാൻസലറായിട്ടുള്ള ഗവർണർക്ക് പൂർണ്ണാധികാരം നൽകുന്ന നിയമപരിഷ്കരണത്തിന്റെ കരട് UGC വിജ്ഞാപനം ചെയ്തു. വൈസ് ചാൻസലറുടെയും അധ്യാപകരുടെയും അക്കാദമിക് സ്റ്റാഫുകളുടെയും നിയമനത്തിനും സ്ഥാനക്കയറ്റത്തിനുമുള്ള പരിഷ്കരിച്ച കരട് ചട്ടങ്ങളാണ് പുറത്തിറക്കിയത്. വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റി അധ്യക്ഷനെ ചാൻസലറായ ഗവർണറും രണ്ടാമത്തെ അംഗത്തെ UGC ചെയർമാനും നാമനിർദ്ദേശം ചെയ്യും. സിൻഡിക്കേറ്റ്, സെനറ്റ്, എക്സിക്യൂട്ടീവ് കൗൺസിൽ, ബോർഡ് ഓഫ് മാനേജ്മെന്റ് എന്നിങ്ങനെയുള്ള സമിതികൾക്ക് മൂന്നാമത്തെ അംഗത്തെ നിർദ്ദേശിക്കാം. പൊതുഭരണ രംഗത്തുൾപ്പെടെ കഴിവ് തെളിയിച്ചവരെയും സെർച്ച് കമ്മിറ്റിക്ക് VC സ്ഥാനത്തേക്ക് പരിഗണിക്കാം. വൈസ് ചാൻസലർ നിയമനത്തിൽ കേരളത്തിൽ ഉൾപ്പെടെ ഗവർണർ സർക്കാർ പോര് രൂക്ഷമായ പശ്ചാത്തലത്തിൽ കൂടിയാണ് പുതിയ കരട് ചട്ടം UGC ഇറക്കിയത്. കേന്ദ്ര സംസ്ഥാന സർവകലാശാലകൾക്ക് പുതിയ ചട്ടം ബാധകമാണ്. ചട്ടങ്ങൾക്ക് വിരുദ്ധമായി നടത്തുന്ന VC നിയമനം അസാധുവാകും. ജനം, ഡൽഹി.